തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനതിവാത്സല്യമായ സർവ്വസ്നാഥ കൃതയോടെ ഞങ്ങളെ വഴിയെടുത്ത കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. കൃപയുടെ സാന്നിധ്യത്താൽ ഈ നാളുകൾ എത്രയും കാത്തിരുവാഴ്ച എല്ലാ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവ് സമയത്ത് അങ്ങയുടെ സനയിൽ കർത്താവെ അങ്ങയുടെ ജനത്തെ നയിക്കത്തക്കോടെ ഒരുക്കുന്നവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. വചനം അങ്ങയുടെ ജനം അങ്ങയുടെ അടിയൻ അങ്ങനെ കർത്താവെ എൻ്റെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവ് ഏറ്റവും ലളിതമായ തൻ്റെ ജനത്തിനെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ കർത്താവ് വചനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ രൂപാന്തരത്തിലേക്ക് വഴി നടത്തത്തക്കൊണ്ട് ഇടയാക്കണം പ്രാർത്ഥിക്കുന്നത്. എവിടെയാണ് ഞങ്ങളുടെ കുറവുകളും എവിടെയാണ് ഞങ്ങളുടെ വീഴ്ചകളും മനസ്സിലാക്കി കർത്താവെ വചനപ്രകാരം ജീവിപ്പാൻ കർത്താവ് വചനത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ അവിടുന്ന് അടിയനോട് കൂടെ ഉണ്ടായിരിക്കുന്ന കർത്താവിൻ്റെ എൻ്റെ വാക്കുകളോടോ വചസ്സുള്ള ശബ്ദത്തോടോ കണ്ടത്തോടോ കൂടെ ഉണ്ടായിരിക്കുക. പ്രയാസ പ്രതിസന്ധിയിൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി ഇന്നത്തെ കർത്താവ് പ്രവർത്തനം പൂർത്തീകരിക്കാൻ അങ്ങയുടെ കൃപയുടെ നിറവിൽ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി കർത്താവ് കേൾക്കുന്നവരും ജീവിതത്തിലും കർത്താവ് അങ്ങനെ പരിശുദ്ധാത്മാവ് ഇടപെടുകയും ചെയ്യണമെന്ന് ഈ സാക്ഷിക്കുന്നു പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പുന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വിളി പലപ്പോഴും നാം കേൾക്കുന്നവരാണ്, പക്ഷേ അത് എത്രമാത്രം ഉൾക്കൊള്ളുവാൻ കഴിയുന്നതെന്നൊന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിളി എന്ന് പറയുമ്പോൾ ദൈവം വ്യക്തമായി ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചില ശുശ്രൂഷകൾ സംബന്ധിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു കൺവെൻഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രവർത്തന മേഖലയിൽ നമ്മളെ ആക്കി വെക്കുവാൻ ആഗ്രഹിക്കുന്നതൊക്കെ പറയാൻ ഇടയാക്കുന്നുണ്ട്. അത് വ്യക്തതയുള്ള എല്ലാ കാര്യങ്ങളുമായിരിക്കും, എങ്കിലും അതിലേക്ക് കാഴ്ചയോട് വെക്കുവാൻ നാം പലപ്പോഴും കഴിയാറില്ല. എങ്കിലോ നമ്മുടെ വിശുദ്ധ സത്യവേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നാം വായിക്കുമ്പോൾ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് യഹോവയായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പ്രവർത്തിച്ച വ്യക്തികളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് ഒന്ന് വിശ്വാസികളുടെ പിതാവായും ഒന്ന് തൻ്റെ ജനത്തെ അവരായിരുന്ന കാഠിന്യമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനും മറ്റൊരു തൻ്റെ ജനത്തിന് പ്രവാചകത്വ ശബ്ദം കേൾപ്പിക്കുവാനും ഏറ്റവും അവസാനമായി നാം നോക്കുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു സാക്ഷിയായി അനേക സഭകൾ സ്ഥാപിക്കുവാൻ മാത്രമല്ല എപ്രകാരമാണ് ക്രൈസ്തവ ജീവിതമെന്ന് നൽകത്തക്കോണമുള്ള ലേഖനങ്ങളും നൽകുവാൻ ഇടയായിട്ടുണ്ട്. ഈ വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിലുള്ള വ്യക്തികളെ എപ്രകാരമാണ് ഏത് സാഹചര്യത്തിലാണ് യഹോവയായ ദൈവം വിളിച്ചതെന്നും അവരുടെ പ്രതികരണത്തെ പറ്റി നാം ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായി നാം ചിന്തിക്കുമ്പോൾ എബ്രാം പിതാവിൻ്റെ ജീവിതമാണ്. ഉൽപ്പത്തി പുസ്തകം 12:1 തൊട്ട് 3 വരെ വായിക്കുമ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു, നീ നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ നാമം ശ്രേഷ്ഠമാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ നാം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആദാമിൻ്റെ വംശാവലിയിലുള്ള ഒരു കുടുംബമായി മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. എബ്രാം പിതാവിൻ്റെ ജീവിതം കഴിഞ്ഞ് മുൻപോട്ടാണ് യഥാർത്ഥത്തിൽ യഹോവയുടെ ജനമെന്ന് ഇസ്രായേൽ മക്കൾ പിന്നെ കടന്നു വരുന്നത്. അതുവരെ അപ്രകാരം ഒരു ജനം ഇല്ല, സ്വന്തം ജനമെന്ന് പറയത്തക്കോണമുള്ളൊരു ജനം ഇല്ല. അപ്പോൾ എബ്രാം പിതാവിനെ വിളിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നത്, തൻ്റെ ഭവനവും തൻ്റെ ചാർച്ചക്കാരെയും വിട്ട് കാണിപ്പിക്കാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുക മാത്രമല്ല, അവനെ ഒരു വലിയ ജനതയാക്കുമെന്നാണ് പറയുന്നത്. അവനോട് ലോകം അനുഗ്രഹിക്കപ്പെടും. അവനെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, അവനെ ശപിക്കുന്നവർ അവർ ശപിക്കും. യഥാർത്ഥത്തിൽ
നന്മ തിന്മകളുടെ ഒരു വലിയ അനുഗ്രഹത്തിലൂടെയാണ് ദൈവം അബ്രഹാം പിതാവിനെ വിളിക്കുന്നത്. ആ വിളി കേട്ട് ആ ക്ഷണത്തിൽ തന്നെ ഇറങ്ങുകയാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്കൊക്കെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇറങ്ങി തിരിച്ച് ഏകദേശം 25 വർഷം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥമായി ഉദരഫലം നൽകുന്നത്. പക്ഷെ ഇവിടെ പറയുന്നതെന്ന്, നിന്നെ ഒരു വലിയ ജനതയാക്കി ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ നാമം ശ്രേഷ്ഠമാക്കും, നീ അനുഗ്രഹമായിരിക്കും. കാണുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക മാത്രമല്ല, ഒരു വലിയ ജനതയാക്കുമെന്നാണ് പറയുന്നത്. 75-ാം വയസ്സിലാണ് യഥാർത്ഥത്തിൽ അബ്രാമിനെ വിളിക്കുന്നത്. ഏകദേശം 100 വയസ്സാകുമ്പോഴാണ് അബ്രാമിന് ആദ്യ സന്തതി ലഭ്യമാകുന്നത്. അതിനിടയിൽ തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ഹാഗാറിൽ കൂടെ ഒരു സന്തതി ഉണ്ടാകുവാൻ ഇടയായെങ്കിലും വാഗ്ദത്ത സന്തതി സാറായിൽ കൂടെ തന്നെയാണ് നൽകപ്പെട്ടത്. എന്നെയും നിങ്ങളെയും യഹോവയായ ദൈവം വിളിക്കുമ്പോൾ, അതിന് വ്യക്തമായ ആലോചനകൾ നൽകുമ്പോൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ആ കാത്തിരിപ്പിനായി നമുക്ക് കഴിയാറില്ല. അബ്രാഹാം പിതാവിനോടും, അതായത് തന്നെ ഒരു വലിയ ജനതയാക്കും, നിനക്ക് സന്തതി നൽകുമെന്നൊക്കെ വ്യക്തമായി ദൈവം പറഞ്ഞിട്ടും ആ കാത്തിരിപ്പിന് കഴിയാതെ സ്വന്തം ബുദ്ധിയിൽ ചെയ്ത പ്രവർത്തനം മൂലം വലിയ വിപത്തുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും വിളിക്കുന്ന വിളി ആരുടേതാണെന്ന് മനസ്സിലാക്കി അതിനിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ നാം പരിശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ തലമുറകൾക്ക് അത് അനുഗ്രഹമായി മാറുന്നത്, അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുവാൻ ഇടയാകാതെ പോകുന്നത്. നമുക്കറിയാം, എബ്രാഹിമിൻ്റെ ജീവിതത്തിൽ സാക്കും യാക്കോവും 3 തലമുറകൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെന്നാണ് വചനം പറയുന്നത്. അപ്രകാരം 3 തലമുറകൾ ജീവിക്കത്തക്കോണം അനുഗ്രഹിച്ച ഒരു വ്യക്തിയായി മാറി. എന്തുകൊണ്ട്? ആ വിളി കേട്ട് ആ വിളിക്ക് യോഗ്യമെന്ന് മനസ്സിലാക്കി ഇറങ്ങി തിരിച്ചതുകൊണ്ട്. ഇനി രണ്ടാമത്തെ വ്യക്തിയെ നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 3:1-2 വാക്യം വായിക്കുമ്പോൾ, മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മാവിയപ്പനുമായി യിത്രോവിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ മരുഭൂമിക്ക് അപ്പുറത്തേക്ക് ആട്ടിൻകൂട്ടത്തെ നയിച്ച് തന്റെ ആട്ടിൻകൂട്ടത്തെ നയിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ എത്തി. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മുൾപ്പടർപ്പ് കത്തിയെരിയുന്നുവെങ്കിലും അത് നശിച്ചു പോകുന്നില്ല എന്ന് അവൻ കണ്ടു. മോശയുടെ ജീവിതത്തിൽ നാം നോക്കുകയാണെങ്കിൽ 40 വർഷം ജീവിച്ചത് യഥാർത്ഥത്തിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ ഒരു ഫറവോനായിട്ടാണ് ജീവിച്ചത്. ഫറവോന്റെ മകനായിട്ടാണ് ജീവിച്ചത്. അത് കഴിഞ്ഞ് 40 വർഷം മിദ്യാനിയ മരുഭൂമിയിലാണ് ജീവിക്കുന്നത്. എന്താണ് മോശയുടെ വിളിയെന്ന് അതുവരെ അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് മോശയെ വിളിക്കത്തക്കോണം യഹോവയുടെ ദൂതൻ മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട, ഇവിടെ മോശ ആ മരുഭൂമിയിൽ നിന്ന് യഹോവയുടെ പർവ്വതത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ഇത് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. കടന്നു ചെല്ലുമ്പോൾ ഒരു മുൾപ്പടർപ്പ് കത്തുന്നതായി കാണുന്നെങ്കിലും മുൾപ്പടർപ്പ് നശിച്ചു പോകുന്നില്ല. അത് കാണത്തക്കവണ്ണം മോശ മുൻപോട്ട് പോകുന്നു. അതിൻ്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ പുറപ്പാട് 3:3-5 വരെ വായിക്കുമ്പോൾ, അതുകൊണ്ട് മോശെ മുൾപ്പടർപ്പ് നശിച്ചു പോകാതിരിക്കുന്ന ഈ മഹത്തായ കാഴ്ച എന്തെന്ന് ഞാൻ ഇപ്പോൾ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ നോക്കുവാൻ അടുത്തു വരുന്നത് യഹോവ
യഹോവ കണ്ടപ്പോൾ മുൾപ്പടർപ്പിന് നടുവിൽ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന ദൈവം ദൈവം മോശെ മോശെ എന്നവനെ വിളിച്ചു. മോശെ മോശെ എന്നവനെ വിളിച്ചു. ഞാൻ ഇതാ എന്നവൻ വിളി കേട്ടു. ഞാൻ ഇതാ എന്നവൻ വിളി കേട്ടു. ഇങ്ങോട്ട് അടുത്തു വരരുത്. ഇങ്ങോട്ട് അടുത്തു വരരുത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്ന് ദൈവം കൽപ്പിച്ചു. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്ന് ദൈവം കൽപ്പിച്ചു. അവിടെ നാം മനസ്സിലാക്കുന്നത്, മോശെ വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുക മാത്രമല്ല, അതിൻ്റെ ആരുടെ വിളിയാണെന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, മോശെ മോശെ എന്ന് വിളിച്ചു, ഞാൻ ഇതാ അവൻ. ഇങ്ങോട്ട് വരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക. മോശെ മോശെ എന്ന് 2 ഭാഷ. അതായത് ദൈവം തൻ്റെ പ്രവർത്തന മേഖലകളിൽ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പേര് ചൊല്ലി വിളിക്കുകയാണ്. അവിടെ പേര് ചൊല്ലി വിളിക്കുക മാത്രമല്ല, അത് കഴിഞ്ഞ് ആ ദൗത്യം അവനോട് പറയുമ്പോൾ അതിൻ്റെ 3:9-10 വായിക്കുമ്പോൾ, ഇപ്പോൾ ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമിൽ അവരെ പീഡിപ്പിക്കുന്ന വിധങ്ങളും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ വരിക, എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശെ വിളിക്കുമ്പോൾ മോശ എല്ലാ ഒഴിവുകളും പറയുന്നുണ്ട്. എനിക്കിത് വിക്കനാണ്, എനിക്കിതിനൊരു സാമർഥ്യമില്ല, എല്ലാ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും യഹോവയായ ദൈവം വ്യക്തമായി പറയുന്നത്, ഞാനാണ് വിളിച്ചെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മോശയുടെ ജീവിതത്തിൽ 2 പരിശീലനമാണ് കൊടുത്തത്. ഒന്ന്, ആദ്യം എപ്രകാരമാണ് ഫറവോന്റെ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് 40 വർഷം മനസ്സിലാക്കിയ വ്യക്തിയാണ്. അതായത് ഫറവോന്റെ ജീവിത ശൈലികളും അവിടുത്തെ പ്രവർത്തന ശൈലികളും ഒക്കെ മനസ്സിലാക്കിയ വ്യക്തിയാണ്. അത് കഴിഞ്ഞ് 2ാം കാര്യം നാം നോക്കുമ്പോൾ, മരുഭൂമി യാത്രയിൽ എപ്രകാരമാണ്, എന്തൊക്കെ കാഠിന്യങ്ങളാണ് വരുന്നത്, എന്തൊക്കെ സാഹചര്യമാണെന്നൊക്കെ മനസ്സിലാക്കിയ വ്യക്തിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കൂടെ കടത്തിവിട്ട് പരിശീലിപ്പിച്ചിട്ടാണ് യഹോവ മോശയെ വിളിക്കുന്നത്. പക്ഷേ ആ വിളി കേൾക്കുവാൻ ഇടയാക്കാതെ, അതിനൊന്നും കഴിവില്ലെന്നും ഇതിനൊന്നും ഞാൻ പ്രാപ്തനല്ലെന്നും ഒക്കെ പറയുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നാം അവിടെ മനസ്സിലാക്കുവാൻ ഇടയാക്കുന്നത്. ഇന്ന് നാം പലപ്പോഴും നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങളും ഇപ്രകാരമാണ്. നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് വേറിട്ടൊന്ന് ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു പോകാൻ നമ്മളെ വിളിക്കുകയാണെങ്കിൽ, അതായത് ആദ്യം നാം കേട്ട എബ്രാം പിതാവിൻ്റെ ജീവിതത്തിലെ പോലെ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ കടന്നു വരിക, നിന്നെ ഒരു വലിയ ജനതയാക്കും, നീ അനുഗ്രഹീതരായി തീരുമെന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് കടന്നു പോകാൻ ചില ഭയപ്പാടാണ്. മോശെ വിളിച്ച പോലെ, എൻ്റെ ജനത്തെ വിടുവിക്കത്തക്കോടെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ, അവരുടെ വേദന ഞാൻ കണ്ടിരിക്കുന്നു, അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു, നീ എനിക്കായി ഇറങ്ങിത്തിരിക്കുവാൻ പറയുമ്പോൾ അവിടെയും നാം വിമുക്തി കാണിക്കുന്നവരാണ്. അതിന് കാരണം, നമ്മെ വിളിച്ചത് ആരെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലേക്ക് നമുക്ക് പലപ്പോഴും കടന്നു വരുവാൻ കഴിയുകയില്ല. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, എന്നെ വഴിവിടുകയില്ലെന്ന്, അല്ലെങ്കിൽ വഴിയിൽ വിട്ടുപോകുകയില്ല, അനാഥനാക്കി വിടുകയില്ലെന്ന് നാം പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് അപ്രകാരം മുൻപോട്ട് പോകുവാൻ കഴിയും. അപ്രകാരം മോശയുടെ ജീവിതത്തിൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് തന്നെ ജനത്തെ നയിക്കുക മാത്രമല്ല, കനാൻ ദേശത്തിൻ്റെ വക്കുവരെ എത്തിക്കുവാൻ കഴിയുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. 3-മതായി നമുക്ക് ശമൂവേൽ പ്രവാചകനെ പറ്റി ഒന്ന് ചിന്തിക്കുവാൻ ഇടയാക്കാം. 1 ശമൂവേൽ 3:3-5 വരെ വായിക്കുമ്പോൾ, ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുത്തുന്നതിന് മുമ്പ് ചെന്ന് കിടന്നു.
യഹോവ ശമൂവേലിനെ വിളിച്ചു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ ഇതാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അടിയൻ ഇതാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന് അടിയൻ ഇതാ എന്നെ വിളിച്ചുവോ എന്ന് ചോദിച്ചു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവോ എന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളുക എന്നു അവൻ പറഞ്ഞു. എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. ശമൂവേലിന്റെ ജീവിതത്തിൽ ഇപ്രകാരം യഹോവയായ ദൈവത്തിന്റെ ഒരു ശബ്ദം കേട്ടതായി അറിയത്തില്ല. ശമൂവേൽ ബാലനായിരുന്ന നാൾ മുതൽ താമസിച്ചു വന്നത്, അതായത് ഹന്ന തനിക്കൊരു മകൻ കൊടുത്താൽ ദൈവത്തിന് സമർപ്പിക്കുമെന്നറിഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിച്ച് ഏലി പുരോഹിതന്റെ അടുത്ത് നൽകിയിരിക്കുന്നവനായിരുന്നു. അപ്പോൾ ഏലി പുരോഹിതന്റെ അപ്പം ആ ദേവാലയത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ശമൂവേൽ. അപ്പോൾ അവിടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ താൻ ചിന്തിച്ചത് ഏലിയാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ഏലിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നത്, വിളിച്ചു പോകുന്നു. അപ്പോൾ പറയുന്നത്, ഞാൻ വിളിച്ചില്ല, നീ പോയി കടന്നുകൊള്ളുക. അതിൻ്റെ മുമ്പോട്ട് നാം വായിക്കുമ്പോൾ 3:6 തൊട്ട് 8 വരെ വായിക്കുമ്പോൾ, യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന് അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞിട്ടില്ല. യഹോവയുടെ വചനം അവൻ അന്നുവരെ വെളിപ്പെട്ടിട്ടുമില്ല. യഹോവ ശമൂവേലിനെ മൂന്നാം പ്രാവശ്യവും വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയാവുന്നു ബാലനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായി. അതായത് യഹോവ രണ്ടാമതും വിളിക്കുമ്പോഴും അവൻ ഓടിച്ചെല്ലുന്നത് ഏലിയുടെ അടുത്തേക്കാണ്. ഏലി പറയുന്നത്, ഞാൻ വിളിച്ചില്ല, പോയി കടന്നുകൊണ്ട്. മൂന്നാമത്തെ തവണയും വിളിച്ചു കഴിയുമ്പോൾ, കാരണം അവിടെ നമ്മൾ 7-ാം വാക്യത്തിൽ പറയുന്നത്, ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞിട്ടില്ല, യഹോവയുടെ വചനം അവൻ അന്നുവരെ അവന് വെളിപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ആ യഹോവയായ ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നോ, അല്ലെങ്കിൽ യഹോവയുടെ അരുളപ്പാട് എങ്ങനെയാ ലഭ്യമാകുന്നതൊന്നും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ മൂന്നാമത് വിളിക്കുമ്പോൾ ഏലിക്ക് മനസ്സിലായി ആരാണ് വിളിക്കുന്നതെന്ന്. യഹോവയായ ദൈവം ആണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ ഏലി അവനോട് പറയുന്നൊരു കാര്യമാണ് 1 ശമൂവേൽ 3:9 പറയുന്നത്, ഏലി ശമൂവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളിച്ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം. അങ്ങനെ ശമൂവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ ദൈവത്തിന്റെ വിളി മനസ്സിലാക്കത്തക്കോണം നമ്മുടെ കാതുകൾക്ക് നാം വേണ്ടിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും ലോകത്തിൻ്റെ പല ശബ്ദങ്ങൾ നാം കേൾക്കുന്നുണ്ട്, അതിൽ മുഴുകിപ്പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അല്ലെങ്കിൽ ദൈവമാ എന്നെ വിളിക്കുന്നെന്ന് മനസ്സിലാക്കുവാൻ നാം എത്രമാത്രം സമയം ചെലവഴിക്കാറുണ്ട്? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ശമൂവേലിന്റെ ജീവിതത്തിൽ ഏലി പുരോഹിതൻ പറയുന്നുണ്ട്, അതായത് നിന്നെ വിളിക്കുന്നത് യഹോവയാണ്, അതിന് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും പറയുന്നത്. അതിൻ്റെ 1 ശമൂവേൽ 3:10 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിനെ ശമൂവേൽ അരുളിച്ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ജനത്തിനെ നേർവഴിയിലേക്ക് നയിക്കത്തക്കോണം ഒരു പ്രവാചകനെ ഉയർത്തുന്ന ശബ്ദമാണ് അവിടെ അത് കേൾക്കുന്നത്. ശമൂവേലിനെ തൻ്റെ മാതാപിതാക്കൾ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച് ആ നാളുകൾ അത്രയും ഏലി പുരോഹിതന്റെ അപ്പം ജീവിക്കുകയും ദേവാലയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ശമൂവേലിന്റെ ജീവിതത്തിൽ യഹോവ വിളിക്കുമ്പോൾ, അതായത് നാം നോക്കുമ്പോൾ 4ാമത് വിളിക്കുമ്പോൾ ശമൂവേലേ, മോശയെ വിളിച്ചത് മോശേ എന്നാണ് 2 പ്രാവശ്യം. അത് വിളി കേൾക്കുക മാത്രമല്ല, അവിടെ ശമൂവേൽ തന്നെത്താൻ സമർപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? അരുളിച്ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു.
നാം എത്ര പ്രാവശ്യം ഇപ്രകാരം ഒരു വിളി കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം എത്ര പ്രാവശ്യം നാം ഇപ്രകാരം കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നാം അപ്രകാരം പറഞ്ഞിട്ടുണ്ടോ? അടിയൻ കേൾക്കുന്നു, അടിയനോട് പറയണമേ. ഇവിടെ 3 വ്യത്യസ്തം എബ്രാഹാം പിതാവിനെ ഒരു വലിയ ജാതിയായി, അതായത് തൻ്റെ ജനത്തിന് പിതാവായി തീരത്തക്കോണം വിളിച്ച ദൈവം. രണ്ടാമത് തൻ്റെ ജനത്തിൻ്റെ വേദനയിൽ കണ്ണുനീര് കാണുകയും അടിപ്പന്തത്തിൽ നിന്ന് വിടുവിക്കത്തക്കോണം മരുഭൂമിയിൽ വിളിക്കുന്ന ദൈവം മോശയാണ്. മോശയെ വിളിക്കുന്ന ദൈവം. മൂന്നാമതായി പുരോഹിതന്മാരും ന്യായാധിപന്മാരും നയിക്കപ്പെട്ട ജനം ആ ദൈവസന്നിധിയിൽ നിന്ന് പട്ടുപോകുന്നെന്ന് കണ്ടപ്പോൾ ഒരു പ്രവാചകനെ ഉയർത്തുന്ന ദൈവം. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ദൗത്യങ്ങൾ നൽകി ദൈവം പേർ ചൊല്ലി വിളിച്ച് ആ ദൗത്യ പൂർത്തീകരണത്തിലേക്കൊക്കെ വഴി നടത്തും. എങ്കിലും അവരുടെ കാലയളവിൽ പലപ്പോഴും വീഴ്ചകൾ വന്നുപോയിട്ടുണ്ട്. ഇബ്രാഹിം പിതാവിൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നുപോയെങ്കിലും അതൊക്കെ മറച്ച് ദൈവം ഒരു ജാതികളുടെ പിതാവായി തീർത്തു. മോശ പിതാവിൻ്റെ ജീവിതത്തിലും വീഴ്ചകൾ വന്നുപോയതുകൊണ്ട് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ പോയി. ശമൂവേലിൻ്റെ ജീവിതത്തിലും വീഴ്ചകൾ വന്നതുകൊണ്ട് അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുമ്പോട്ട് ഒരു പ്രവാചകത്വ പദവിയിലേക്ക് വരുവാൻ കഴിയാതെ അവൻ്റെ കാലയളവിൽ തന്നെ ഒരു രാജാവിനെ വേണ്ടി ജനം ആഗ്രഹിക്കുന്നു. ഇത് വ്യത്യസ്തമായ 3 വ്യക്തികളാണ് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിലേക്ക് നാം കടക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, പൗലോസ് ലീഹ. അപ്പോസ്തല പ്രവൃത്തി 9:3-6 വരെ വായിക്കുമ്പോൾ അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും പ്രകാശിച്ചു. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നതെന്ത്? ശൗലേ നീ എന്നെ പീഡിപ്പിക്കുന്നതെന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക. നീ ചെയ്യേണ്ടത് എന്തെന്ന് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് പറഞ്ഞു. എന്ന്. ഇവിടെ നമുക്കൊക്കെ അറിയാം, ഇന്ന് ക്രൈസ്തവ സമൂഹം ഇത്രമാത്രം വളരുവാൻ ഇടയായത് ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമെണ്ണമുള്ള ഒരു ജീവിതം പിന്നെ പൗലോസ് ലീഹ നയിച്ചതുകൊണ്ടാണ്. ദൈവജനത്തെ ഏറ്റവും പീഡിപ്പിക്കുകയും ഉന്മൂലനാശം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ശൗലിൻ്റെ ജീവിതത്തിൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ നിന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ട് ജീവിതം മാറ്റിയ വ്യക്തിയാണ് പൗലോസ് ലീഹ. ശൗലേ ശൗലേ എന്ന് വിളിക്കുമ്പോൾ ആരെന്ന് ചോദിച്ച് നീ പീഡിപ്പിക്കുന്ന യേശു എന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ദമസ്കോസിൽ ചെന്ന് പാർത്ത് അവിടെ കർത്താവിൻ്റെ വേലയ്ക്ക് ഒരുക്കപ്പെടുന്ന അവസ്ഥ. അവിടെ പാർത്ത് 3 ദിനരാത്രങ്ങൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവനായി പാർത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് അനാനിയാസിനെ വിട്ട് അവൻ്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകം ചെയ്തപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞപ്പോൾ ശൗല് പൗലോസായി മാറുക മാത്രമല്ല, പൗലോസായാണ് പിന്നെ അറിയപ്പെടുക മാത്രമല്ല, അനേക ലേഖനങ്ങൾ, അനേക സഭകൾ, ശുശ്രൂഷകൾ സ്ഥാപിക്കത്തക്കവണ്ണം ആരുടെ മുൻപിൽ ഉറപ്പും ധൈര്യമുള്ളതിനായി എൻ്റെ കർത്താവാരെന്ന് പ്രസ്താവിക്കത്തക്കവണ്ണം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ഇന്ന് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാം ആ വിളിക്കൊത്തവണ്ണം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ വിളി കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ സമയത്ത് കർത്താവിൻ്റെ ആഹ്വാനത്തിനായി നാം ഒരുക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മുടെ ജീവിതം കർത്താവിനെ സമർപ്പിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, നമ്മുടെ തലകട വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ നാഥ, പലപ്പോഴും അങ്ങയുടെ വിളി കേൾക്കത്തക്കവണ്ണം ഇടയായിട്ടില്ല കർത്താവേ. ആഹ്വാനത്തിനൊത്തവണ്ണം ഞങ്ങളുടെ കാഴ്ചയോട് വെക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കുറവ് സമ്മതിക്കുന്ന കർത്താവേ,
ഈ സമയത്ത് ഒരു പ്രാവശ്യം കൂടെ നിൻ്റെ വിളി കേൾക്കുവാൻ തന്ന സാവകാശത്തിനായ സ്തോത്രം. ആ വിളിക്കൊത്തവണ്ണം ഞങ്ങൾ ജീവിപ്പാൻ കർത്താവേ, ഇന്ന് വചനത്തിൽ നിന്ന് കേട്ട കർത്താവ് വ്യത്യസ്തമായ വ്യക്തികളെ എപ്രകാരമാണ് അങ്ങയുടെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് ഉപയുക്തമാക്കിയെന്നും കർത്താവ് വിളിക്ക് യോഗ്യവണ്ണം അവരെ നിലനിർത്തിയെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവ്. അപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ച് ജീവിപ്പാൻ, അനേകരെ അങ്ങേക്ക് വേണ്ടി ആദായപ്പെടുത്തുവാൻ, ഞങ്ങളുടെ വിളിക്ക് യോഗ്യവണ്ണം പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയ്ക്ക് യോഗ്യവണ്ണം ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തൻ്റെ ജനത്തെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, എൻ്റെ കൃപയിൽ വഴി നടത്തത്തക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തുവാൻ, എല്ലാ കാര്യത്തിലും നിൻ്റെ കൃപയിൽ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിൽ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണം. യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.